ഓണത്തിന്റെ വാർത്തകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ബെവറേജസ് കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാരുടെ ബോണസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മറ്റുള്ളവരും സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഇതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന്, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ബെവറേജസ് കോർപ്പറേഷൻ. അതിനാൽ തന്നെ ലാഭവിഹിതത്തിന് ജീവനക്കാർക്ക് അവകാശമുണ്ട്. വീണ്ടുമുണ്ട് കാരണങ്ങൾ. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ബെവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർ ദിവസത്തിൽ 11 മണിക്കൂറിലേറെ ജോലി ചെയ്യുന്നു. അധികമായി 3 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് 550 രൂപയോളമാണ് ഇവർക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന് അവധി ദിവസങ്ങളാണ്. സാധാരണ സർക്കാർ ജീവനക്കാർക്ക് 80-82 ദിവസങ്ങൾ വർഷത്തിൽ അവധി ലഭിക്കും. എന്നാൽ ബെവറേജസ് കോർപ്പറേഷനിൽ അവധി ദിനങ്ങൾ വളരെ കുറവാണ്. 12 ഡ്രൈ ഡേ, 4 പൊതു അവധി ദിനങ്ങൾ എന്നിവയാണ് വീക്കിലി ഓഫിന് പുറമെ ലഭിക്കുക. ബെവറേജസ് കോർപ്പറേഷനിൽ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവാണ് ഇതിന് കാരണം. 6000 പേർ വേണ്ടിടത്ത് കേവലം 3000 ജീവനക്കാരാണ് ബെവറേജസ് കോർപ്പറേഷനിൽ ഉള്ളത്. 285 ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളാണ് ബെവറേജസ് കോർപ്പറേഷൻ ഉള്ളത്. ബെവറേജസ് കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാർക്ക് ഇത്തവണ 1,50,000 രൂപയാണ് ബോണസ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 2,500 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 37 കോടിയാണ് ഓണ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള ചെലവ് കണക്കാക്കുന്നത്.